മനസ്സിൽ എന്തോ കാര്യമായ വിഷമമുണ്ട്. അല്ലെങ്കിൽ പെണ്ണിങ്ങനെയൊന്നും ആയിരിക്കില്ല. എന്തായാലും അവൾക്കത് എന്നോട് തുറന്നു പറഞ്ഞൂടെ? എത്ര നാൾ എല്ലാം മനസ്സിലൊളിപ്പിച്ചു വെക്കും? നാളെ കോളേജിൽ വന്നിട്ട് വിശദമായി ചോദിക്കാം. ഇന്ദ്രൻ ഓരോന്ന് ആലോചിച്ച് നടക്കുമ്പോഴാണ് ഓടിപ്പിടച്ചു വരുന്ന അരുണിനെ കണ്ടത്. എന്താടാ നീ എന്താ കിതയ്ക്കുന്നേ? ഇന്ദ്ര, അവൻ അവിടെയുണ്ട്. ആര്? എടാ, ഞാൻ നമ്മുടെ റോയിയെ കണ്ടു. നീ എന്താടാ പറയുന്നേ? മരിച്ചുപോയ നമ്മുടെ റോയിയെ നീ കണ്ടു? അതും ഇവിടെ ഈ അമ്പലത്തിൽ? നിനക്ക് തോന്നിയതായിരിക്കും. അല്ലടാ, അവനെ കണ്ടാൽ എനിക്ക് മനസ്സിലാവില്ലേ? അവൻ മരിച്ചിട്ടില്ല, ജീവനോടെയുണ്ട്. മതിയടാ, നിർത്ത് നിന്റെ ഈ മണ്ടത്തരം. ഒരാളെ പോലെ 7 പേരുണ്ടാവുമെന്നല്ലേ? അവനെ പോലെ ആരെങ്കിലും ആയിരിക്കും നീ കണ്ടത്. നീ വാ, നമുക്ക് പോകാം. എന്തു പറഞ്ഞാലും ഇന്ദ്രൻ വിശ്വസിക്കില്ലെന്ന് തോന്നിയതുകൊണ്ട് അരുൺ കൂടുതലൊന്നും പറയാൻ നിന്നില്ല. പക്ഷേ അനാവശ്യമായ ഭയം അവൻ്റെ മനസ്സിൽ നിറയുന്നുണ്ടായിരുന്നു. എന്താ ഏട്ടാ, ഏട്ടൻ കണ്ടോ ആ പഴയ മിത്രങ്ങളെ? പരിഹാസ ചുവയുള്ള ആൽവിൻ്റെ ചോദ്യത്തിന് റോയി ഒന്ന് ചിരിച്ചു കൊടുത്തു. കണ്ടു. അങ്ങനെ ഈ സിംഹം അതിൻ്റെ ഇരകളെ കണ്ടുപിടിച്ചു. നീ നോക്കിയിരുന്നോ? നിന്റെ ജീവിതം തകർത്തവർക്ക് അതേ നാണയത്തിൽ തന്നെ ഞാൻ തിരിച്ചടി നൽകും. അതിനി കാലതാമസം ഉണ്ടാവില്ല ആൽവി. നീലു അവിടെയൊക്കെ നോക്കിയിട്ടും നിമിയെ കണ്ടില്ല. പക്ഷേ അവിടെ നിന്നും അവൾക്കൊരു കത്ത് കിട്ടി. നിമി എഴുതിയ കത്ത്. അത് വായിച്ചതും നീലുവിന് കണ്ണിനാകെ ഇരുട്ട് കയറുന്നതുപോലെ തോന്നി. അമ്മ വന്നപ്പോൾ ഒരു കടലാസും കയ്യിൽ പിടിച്ചു നിൽക്കുന്ന നീലുവിനെയാണ് കണ്ടത്. പെട്ടെന്ന് അവർ അത് വാങ്ങി വായിച്ചു നോക്കി. വായിച്ചു കഴിഞ്ഞതും അവരൊരു പൊട്ടിക്കരച്ചിലായിരുന്നു. ഇത്രയും കാലം പൊന്നുപോലെ നോക്കി വളർത്തിയ തള്ളയും തന്തയും ഉപേക്ഷിച്ചു പോയില്ലേ അവള്? ഒരു കാലത്തും നന്നാവില്ല. മനസ്സിലെ വിഷമം അവളെ ശപിച്ചു തീർക്കുകയായിരുന്നു ലതിക. പക്ഷേ പുറമെ എത്ര പറഞ്ഞാലും മനസ്സറിഞ്ഞ് അവളെയൊന്ന് ശപിക്കാൻ അവർക്കാകുമായിരുന്നില്ല. ലതികയ്ക്കെന്നല്ല, ഒരമ്മയ്ക്കും. ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴേ മാതാപിതാക്കൾ ഒരുപാട് സ്വപ്നങ്ങൾ കാണും. പിന്നെയുള്ള ജീവിതത്തിൻ്റെ നല്ല ഭാഗവും അവർ കഷ്ടപ്പെടുന്നത് മക്കൾക്ക് വേണ്ടിയാണ്, അവരുടെ നല്ല ജീവിതത്തിന് വേണ്ടിയാണ്. പക്ഷേ ഇതൊന്നും തിരിച്ചറിയാതെ അവർ സ്വന്തം താല്പര്യത്തിന് ഇഷ്ടപുരുഷൻ്റെ കൂടെ ഇറങ്ങിപ്പോവും. അപ്പോഴൊന്നും പോറ്റി വളർത്തിയ രക്ഷിതാക്കളെക്കുറിച്ച് അവർ ചിന്തിക്കില്ല. നീലു എത്ര ശ്രമിച്ചിട്ടും ലതികയെ ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞില്ല. സംഭവം അറിഞ്ഞു വന്ന ശേഖരൻ്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. റോയിയുമായി ഇഷ്ടത്തിലാണെന്ന് പറഞ്ഞിരുന്നെങ്കിലും അവനോടൊപ്പം അവൾ ഇറങ്ങിപ്പോകുമെന്നൊന്നും അവരും കരുതിയിരുന്നില്ല. ഇവരുടെ സ്നേഹം കണ്ടില്ലെന്ന് നടിച്ച് മറ്റൊരുത്തിൻ്റെ കൂടി ഇറങ്ങിപ്പോയ നിമിയോട് നീലുവിന് വല്ലാത്ത ദേഷ്യം തോന്നി. പിറ്റേന്ന് കോളേജിൽ പോവണ്ട എന്ന് നീലു കരുതിയതാണെങ്കിലും ഇന്ദ്രനോട് പറഞ്ഞ വാക്ക് തെറ്റിക്കേണ്ടെന്ന് കരുതി. അച്ഛൻ്റെയും അമ്മയുടെയും വിഷമമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന ഭാവമാണിപ്പോൾ. എത്ര നാൾ അതും ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കും. എന്നായാലും ഒരിക്കൽ കല്യാണം കഴിച്ചു പോവാനുള്ളതല്ലേ എന്ന് അവരും കരുതി കാണണം. അച്ഛനോട് എൻ്റെ അച്ഛനും അമ്മയും ആരാണെന്നൊക്കെ ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരവസ്ഥയിൽ ഞാനായിട്ട് അവരെ കൂടുതൽ വിഷമിപ്പിക്കേണ്ടെന്ന് തോന്നി. സങ്കടങ്ങളെല്ലാം മനസ്സിലൊതുക്കി ഞാൻ ആ പഴയ കാന്താരിയാവാൻ ശ്രമിച്ചു. അച്ഛനും അമ്മയ്ക്കും അതായിരിക്കും ഇഷ്ടം. കോളേജിലേക്ക് കാലെടുത്ത് വെച്ചപ്പോഴേ എന്നെയും കാത്തു നിൽക്കുന്ന ഇന്ദ്രനെയാണ് കണ്ടത്. അത് കണ്ടപ്പോഴേ എൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ എന്നെ കണ്ടിട്ടില്ല. തിരിഞ്ഞാണ് നിൽപ്പ്. എനിക്ക് പെട്ടെന്നൊരു സൂത്രം തോന്നിയതുകൊണ്ട് ഞാൻ പിറകെ ചെന്ന് ശബ്ദമുണ്ടാക്കാതെ അവൻ്റെ കണ്ണുകൾ പൊത്തിപ്പിടിച്ചു. അവള് കോളേജിലേക്ക് വരുന്നത് അവൻ നേരത്തെ കണ്ടിരുന്നു. പിന്നെ ഇന്നലെയൊന്നും പറയാതെ പോയതിൻ്റെ ദേഷ്യം ഉള്ളിലുണ്ടായിരുന്നതുകൊണ്ട് അവൻ അവൾക്ക് മുഖം കൊടുക്കാതെ തിരിഞ്ഞു നിന്നു. ദേ നന്ദു, എൻ്റെ കണ്ണീന്ന് കൈമാറ്റിക്കേ. ആരെങ്കിലും കണ്ടോട്ട് വന്നാൽ അതു മതി. ആരോ പിറകിൽ നിന്നും കണ്ണു പറ്റിയപ്പോൾ അതാരാണെന്ന് മനസ്സിലാക്കാൻ എനിക്കേറെ സമയം വേണ്ടി വന്നില്ല. എങ്കിലും അവളെയൊന്ന് വട്ടുകളിപ്പിക്കാം എന്ന് കരുതിയാണ് അങ്ങനെ പറഞ്ഞത്. നന്ദുവോ? അതാരാ? കുശുമ്പോടെയുള്ള അവളുടെ ചോദ്യം കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നു. എന്നാലും ഈ കളി തുടരാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. പിന്നെ ഇന്നലെയൊന്നും പറയാതെ പോയതിൻ്റെ ദേഷ്യം ഉള്ളിലുണ്ടായിരുന്നതുകൊണ്ട് അവൻ അവൾക്ക് മുഖം കൊടുക്കാതെ തിരിഞ്ഞു നിന്നു. ദേ നന്ദു, എൻ്റെ കണ്ണീന്ന് കൈമാറ്റിക്കേ. ആരെങ്കിലും കണ്ടോട്ട് വന്നാൽ അതു മതി. ആരോ പിറകിൽ നിന്നും കണ്ണു പറ്റിയപ്പോൾ അതാരാണെന്ന് മനസ്സിലാക്കാൻ എനിക്കേറെ സമയം വേണ്ടി വന്നില്ല. എങ്കിലും അവളെയൊന്ന് വട്ടുകളിപ്പിക്കാം എന്ന് കരുതിയാണ് അങ്ങനെ പറഞ്ഞത്. നന്ദുവോ? അതാരാ?
കുശുമ്പോടെയുള്ള അവളുടെ ചോദ്യം കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നു. എന്നാലും ഈ കളി തുടരാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. ഞാൻ പതിയെ അവളുടെ 2 കവിളും വേദനിപ്പിക്കാതെ പിച്ചിക്കൊണ്ട് പറഞ്ഞു, സത്യം? പറഞ്ഞതൊന്നും വിശ്വാസം വരാത്ത മട്ടിൽ അവൾ വീണ്ടും ചോദിച്ചു. ആ സത്യം. അവളുടെ കയ്യിൽ എൻ്റെ കൈ വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, അല്ലെങ്കിലും എനിക്കറിയാമായിരുന്നു എന്നെ അല്ലാതെ വേറെ ആരെയും നോക്കില്ല എന്ന്. അവളുടെ സംസാരം കേട്ടതോടെ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇത്രയേ ഉള്ളൂ പെണ്ണ്. ഒരു പെണ്ണിൻ്റെ സ്നേഹം കിട്ടുക എന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവൻ മാത്രമായിരിക്കും അവളുടെ ലോകം. മറ്റാരെങ്കിലും അവിടേക്ക് കടന്നു ചെല്ലുന്ന കാര്യം അവൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. റോയ്, നീ എവിടെയാ ഉള്ളത്? ഇന്നലെ മുതൽ ഞാൻ കാത്തിരിക്കുകയാണ്. നിമിഷ, ഐ എം റിയലി സോറി. ഇന്നലെ എനിക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങാൻ കഴിഞ്ഞില്ല. നിന്നെ ഒരാളെ വിശ്വസിച്ചല്ലേ ഞാൻ ഇറങ്ങി പുറപ്പെട്ടത്. ആ ഒരു ചിന്ത നിനക്കുണ്ടോ? ഒരു പെണ്ണ് ഒറ്റയ്ക്ക് എത്ര ദിവസം ഈ ഹോട്ടൽ മുറിയിൽ കഴിയും? അത് നീ ചിന്തിച്ചിട്ടുണ്ടോ? നിർത്ത് നിമിഷ. നീ അത്രയ്ക്ക് പാവമൊന്നും അല്ലെന്ന് എനിക്കറിയാം. സ്വന്തം വീട്ടുകാരെ ധിക്കരിച്ച് എൻ്റെ കൂടെ ഇറങ്ങി വന്ന നിനക്ക് കുറച്ച് ദിവസം സ്വന്തം കാര്യം നോക്കാനുള്ള കഴിവും ധൈര്യവും ഒക്കെ ഉണ്ടായിരിക്കും. റോയിയുടെ വാക്ക് കേട്ട് നിമിഷയാകെ തളർന്നുപോയി. ഇന്നലെ വരെ കണ്ട റോയി ആയിരുന്നില്ല അത്. അവനാകെ മാറിപ്പോയിരിക്കുന്നു. വീട്ടുകാരെ ധിക്കരിച്ച് ഇറങ്ങിപ്പോന്നത് വലിയ അബദ്ധമായോ എന്ന് നിമിഷയ്ക്ക് തോന്നാൻ തുടങ്ങി. പക്ഷേ അവനെ കാത്തിരിക്കുകയല്ലാതെ അവൾക്ക് മുന്നിൽ മറ്റു വഴികളൊന്നും ഉണ്ടായിരുന്നില്ല. ആരാ ചേട്ടാ വിളിച്ചത്? ഇത് അവളാടാ, നിമിഷ. ഇത്ര പെട്ടെന്ന് അവൾ ഇറങ്ങി വരുമെന്ന് ഞാൻ കരുതിയില്ല. ഒഴിവാക്കാൻ നോക്കിയതാ പലവട്ടം, പക്ഷെ വിട്ടില്ല. പാമ്പിനെ പോലെ എന്നെ ചുറ്റി വരികയാണ്. എങ്ങനെയെങ്കിലും ഒഴിവാക്കിയേ പറ്റൂ. ചേട്ടൻ പേടിക്കണ്ട. എബിനെ വിളിച്ച് കാര്യം പറ. ബാക്കി അവൻ നോക്കിക്കോളും. അവൻ്റെ ആവശ്യം കഴിഞ്ഞ് കൊന്നേതെങ്കിലും കൊക്കയെ തള്ളിക്കോളും. വരട്ടെ, നോക്കാം. മനസ്സിലെന്തൊക്കെയോ തീരുമാനിച്ച് റോയ് ഫോണും എടുത്ത് പുറത്തേക്ക് നടന്നു. അരുൺ അപ്പോഴും ആലോചനയിലായിരുന്നു. ഇന്നലെ അമ്പലത്തിൽ വെച്ച് കണ്ടത് റോയിയെ തന്നെയായിരുന്നു എന്ന കാര്യം അവന് ഉറപ്പാണ്. അന്ന് അവൻ മരിച്ചിട്ടില്ലെങ്കിൽ ഇതുവരെ അവൻ എവിടെയായിരുന്നു? ഇത്രയും കാലം കഴിയതിനു ശേഷമുള്ള ഈ തിരിച്ചുവരവ് എന്നോടും ഇന്ദ്രനോടുമുള്ള പക തീർക്കാൻ വേണ്ടി തന്നെയായിരിക്കും. അവനാകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. മനഃപൂർവ്വമല്ലെങ്കിലും അവൻ്റെ അനിയൻ്റെ അവസ്ഥയ്ക്ക് പിന്നിൽ ഞാനാണ്. ഇന്ദ്രന് പോലും ആ കാര്യങ്ങളൊന്നും അറിയില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ഒരിക്കലും ഇതിന് സമ്മതിക്കില്ലായിരുന്നു. തോളിൽ ആരുടെയോ കരസ്പർശം ഏറ്റപ്പോഴാണ് അരുൺ സ്വബോധത്തിലേക്ക് വന്നത്. പിറകിൽ വശ്യമായ പുഞ്ചിരിയോടെ നിൽക്കുന്ന ആളെ കണ്ട് അരുൺ പകച്ചു നിന്നുപോയി. റോയി.